إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നമ്മുടെ ചുമരുകളിൽ തൂങ്ങുന്ന കലണ്ടറുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2026 പ്രവേശിച്ചിരിക്കുകയാണ്. പുതിയ വർഷത്തെ നമ്മുടെ നാട് വരവേറ്റത് നമ്മൾ കണ്ടു. ചിലർ കരിമരുന്ന് പ്രയോഗിച്ചും മറ്റു ചിലർ മദ്യപാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കേക്കുകൾ മുറിച്ചും ഈ വർഷത്തെ വരവേറ്റു. നമ്മുടെ വേങ്ങരയിലാണ് ഏറ്റവും വലിയ കേക്കുണ്ടാക്കിയത്. 200 സ്ക്വയർ ഫീറ്റിൽ 150ഓളം കിലോ വരുന്ന കേക്ക്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ജനിക്കും മുമ്പേ നമ്മുടെ മരണ തീയതി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീണിട്ടുള്ളത്. അതെന്നാണ് എന്നത് രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. പക്ഷെ അതിന്റെ തീയതി എന്നാണ് എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ആ നിശ്ചയിക്കപ്പെട്ട തീയതിയിലേക്ക് ഓരോ ദിവസവും മാസവും വർഷവും കഴിയുമ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. ആ നിശ്ചയിക്കപ്പെട്ട തീയതി എത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമ്മളെ ബന്ധിപ്പിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ആ നിശ്ചയിച്ച തീയതിയിലേക്ക് ഓരോ വർഷവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കടന്നു പോകുമ്പോൾ അടുത്ത ഒരു വർഷം വരുമ്പോൾ ആ വർഷത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ രൂപത്തിലാണോ? അതല്ല, എന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയ ഈ വർഷങ്ങളിൽ, കഴിഞ്ഞുപോയ ദിവസങ്ങളും ആഴ്ചകളിലുമൊക്കെയായി പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന ചിന്തയല്ലേ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. 2025 വന്നപ്പോ ആ ഒരു വർഷത്തെ വരവേറ്റ പലരും 2026 വരവേൽക്കാൻ ഉണ്ടായിട്ടില്ല. അവർ ഖബറിലാണ്. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല 2025 എന്റെ മരണവർഷമാണ് എന്ന്. ഈ വർഷത്തെ വരവേറ്റപ്പോ 2026 നമ്മളിൽ പലരുടെയും മരണവർഷമാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മളവ ചെയ്യേണ്ടത്. ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്, എന്നെ ഒന്ന് ചുരുക്കി ഉപദേശിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് 3 ഉപദേശങ്ങൾ കൊടുത്തു.
യാ റസൂലല്ലാഹ് അല്ലിംനി വഔജിസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വിശാലമായ ആശയമുള്ള ചുരുങ്ങിയ ഉപദേശം ആ സ്വഹാബിക്ക് കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഉപദേശം, ഇദാ ഖുംത ഫീ സ്വലാതിക സ്വലാത മുവദ്ദിഇൻ, നീ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണ് എന്ന രൂപത്തിൽ ആ നമസ്കാരം നീ നിർവഹിക്കണമെന്നതാണ്. നമുക്കുള്ളൊരു ആശങ്കയാണ് പലപ്പോഴും നമസ്കാരത്തിൽ ഭക്തി കിട്ടുന്നില്ല, ഖുശൂ കിട്ടുന്നില്ല. ഇത് പലരോടും നമ്മൾ പങ്കുവെക്കാറുമുണ്ട്. ചിലർക്ക് നമസ്കാരം തുടങ്ങി എവിടെയാണ് എന്റെ നമസ്കാരം എത്തി നിൽക്കുന്നത് എന്ന സംശയം, എത്ര റക്അത്ത് നമസ്കരിച്ചു എന്നറിയില്ല. വേറെ ചില ആളുകൾ ഇമാമിന്റെ കൂടെ തുടങ്ങി ഇമാം സലാം വീട്ടുമ്പോഴാണ് അത് ശരി നമസ്കാരം കഴിഞ്ഞു എന്ന ബോധ്യത്തിലേക്ക് വരുന്നത് തന്നെ. നമസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ പല ഭാഗങ്ങളിലും അവൻ മനസ്സുപോയി തന്റെ ബിസിനസ്സിലും ഏർപ്പാടിലും കച്ചവടത്തിലും കുടുംബത്തിലും നാട്ടിലും ഒക്കെ പോയി വന്ന് സലാം വീട്ടുമ്പോഴേക്ക് പള്ളിയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ഇദാ ഖുംത ഫീ സ്വലാതിക സ്വലാത മുവദ്ദിഇൻ, നിസ്കരിക്കാൻ നിന്നാൽ ഇത് നിന്റെ മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധ്യത്തോടു കൂടി നീ നിസ്കരിക്കുക. എങ്ങനെയാണ് അങ്ങനെ നമസ്കരിക്കാൻ കഴിയുക? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മടിയന്മാരുടെ നമസ്കാരം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൻ നിസാഇൽ മുനാഫിഖുകളുടെ നമസ്കാരം, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. അവർ നിസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായിട്ടാണ് നിസ്കരിക്കുക. പിന്നെ എന്തിനാ അവർ നിസ്കരിക്കുന്നത്? അതോ യുറാഊന അന്നാസ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും സൊസൈറ്റിയിലെ മെമ്പറാണ്, ഞാനും പള്ളി കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പള്ളിയിലെ ആളാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു മെമ്പറാണ് ഞാൻ എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സാന്നിധ്യ പ്രസൻസ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനവൻ വരും. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, വളരെ കുറച്ചു മാത്രമേ അവന്റെ നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അവന് ഓർമ്മയുണ്ടാകുകയുള്ളൂ. അള്ളാഹനെ വളരെ കുറച്ച് ഓർക്കുള്ളൂ. നിസ്കരിക്കുന്നത് എന്തിനാ? എന്നെ സ്മരിക്കാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. അള്ളാഹനെ ഓർക്കാനാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ വളരെ കുറച്ചു മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് അവൻ ഓർക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ അലസന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എന്നത് നമ്മൾ ഒന്നാമത് ഉറപ്പാക്കുക. രണ്ടാമത്തത്, യഥാവിധം നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വഖാല അല്ലാഹു ഇന്നി മഅകും, അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ലഇൻ അഖംതുമുസ് സലാ. വഖാല അല്ലാഹു ഇന്നി മഅകും ലഇൻ അഖംതുമുസ് സലാ. നിങ്ങൾ യഥാരൂപത്തിൽ നമസ്കരിക്കുന്നവരാണെങ്കിൽ അല്ലാഹു പറയുന്നു, വഖാല അല്ലാഹ്, അല്ലാഹു തന്നെ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നി മഅകും ലഇൻ അഖംതുമുസ് സ്വലാ, നമസ്കാരം യഥാരൂപത്തിൽ നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അള്ളാഹുവിന്റെ സഹായവും വാഗ്ദാനവും യഥാരൂപത്തിൽ നമസ്കാരം നിലനിർത്തുന്നവർക്ക് വേണ്ടി അള്ളാഹു ഉറപ്പ് നൽകുകയാണ്. മൂന്നാമത്തേതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സും ശരീരവും നമസ്കാരത്തിൽ ഏകീകരിക്കേണ്ടതുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ലാ യസാലു അല്ലാഹു അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി, ഒരു അടിമ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ അടിമയുടെ നമസ്കാരത്തിൽ അവന്റെ ഹൃദയവും അവന്റെ അവയവവും റബ്ബിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ لا يزال الله عز وجل مقبلا على العبد في صلاته, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് മുന്നിട്ട് അവനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? മാലം യൽതഫിത്, നമസ്കാരത്തിൽ അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ നോക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ, അഥവാ പൂർണ്ണമായും റബ്ബിലേക്ക് അവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ, فإذا صرف وجهه انصرف عنه, എന്നാൽ അവൻ മുഖം തിരിച്ചു കളഞ്ഞാൽ
അവനിൽ നിന്ന് അള്ളാഹുവിന്റെ മുഖത്തെ അള്ളാഹു തിരിച്ചു കളയും. ഒരു അടിമ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങൾ, അവന്റെ ഹൃദയം, അവന്റെ മനസ്സ് നമസ്കാരത്തിൽ ഏകീകരിക്കപ്പെടേണ്ടതുണ്ട്. അവയവവും ഹൃദയവും മനസ്സും എല്ലാം പൂർണ്ണമായി തസ്ലീം വരെ, സലാം വീട്ടുന്നത് വരെ നമസ്കാരത്തിലായിരിക്കേണ്ടതുണ്ട് എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ മനസ്സും ശരീരവും നമസ്കാരത്തിൽ ഏകീകരിക്കുക. നാലാമത്തേതായി നമസ്കാരത്തിൽ ഖുശൂ കാത്തു സൂക്ഷിക്കുക. ഭക്തി കിട്ടാൻ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഖുശൂ കിട്ടുന്നതിന് വേണ്ടി. എന്താണ് ഖുശൂ? ഖുശൂ എന്ന് പറഞ്ഞാൽ ഹുദൂറുൽ ഖൽബ് ബൈന യദയില്ലാഹ്, നമ്മുടെ ഖൽബിനെ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ സന്നിഹിതമാക്കുക എന്നതാണ് ഖുശൂ എന്നത്. ആദ്യമായിട്ട് ഈ ഉമ്മത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നതും ഈ ഭക്തിയ ഖുശൂആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവ്വലു ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി എടുത്തു ഉയർത്തപ്പെടുന്നത് ഖുശൂആണ്. ഏതുവരെ? ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅ. ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുശൂ ഉള്ള ഒരാളെ പോലും കാണാത്ത വിധം ഈ ഉമ്മത്തിൽ നിന്ന് ഖുശൂ എടുത്തു മാറ്റപ്പെടുന്ന അവസ്ഥയുണ്ട്. പ്രമുഖ സഹാബിയായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ ഖുശൂ. നിങ്ങളുടെ ദീനിൽ നിന്ന് ആദ്യമായിട്ട് നഷ്ടപ്പെടുക ഖുശൂ ആണ്, ഭക്തിയാണ്. വആഖിറു മാ തഫ്ഖിദൂന മിൻ ദീനികും അസ്സലാ. നിങ്ങളുടെ ദീനിൽ നിന്ന് ഏറ്റവും അവസാനമായി നഷ്ടപ്പെടുക നമസ്കാരവുമാണ്. എന്നിട്ട് പറഞ്ഞു, വറുബ്ബ മുസല്ലി, എത്ര നമസ്കാരക്കാരാണ്, ലാ ഖൈറ ഫീ, ഒരു ഖൈറുമില്ലാത്ത എത്ര നമസ്കാരക്കാരാണ്. വയൂശികു അൻ തദ്ഖുല മസ്ജിദൽ ജമാഅ ഫലാ തറാ ഫീഹി ഖാശിഅ. മസ്ജിദുകളിൽ ജമാഅത്തിന് വന്ന ധാരാളം ആളുകളുണ്ട്, പക്ഷേ ഖുശൂഓട് കൂടി നമസ്കരിക്കുന്ന ഒരാളെപ്പോലും കാണാത്ത വിധം ഈ ഉമ്മത്തിൽ നിന്ന് ഖുശൂ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്നതാണ്. അതുകൊണ്ട് ഖുശൂ കാത്തു സൂക്ഷിക്കുക എന്നത്, നമസ്കരിക്കുന്നവർ വിജയിച്ചു എന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചു എന്ന് പറയുമ്പോ അവരുടെ ഗുണം പറഞ്ഞെടുത്ത് നമസ്കരിക്കുന്നവർ എന്നല്ല, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ കാത്തു സൂക്ഷിച്ചവരാണ് വിജയിച്ചവർ. അപ്പൊ ഖുശൂ ഇല്ലാത്ത നമസ്കാരക്കാരെ കുറിച്ച്, മദ്യന്മാരായ ആളുകളെ കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. നമസ്കാരം എന്നൊരു കാര്യത്തെ ഭാരമായി കാണുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശിഈൻ. അത് വലിയ ഭാരമാണ് നമസ്കാരം എന്നത് ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക്. ഖുശൂ എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആ ഖുശൂ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന്, ഖുശൂ ഇല്ലാത്ത ഹൃദയത്തിൽ നിന്ന്, വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഖുശൂ ഇല്ലാത്ത അവസ്ഥ എന്റെ ഹൃദയത്തിന് വരുന്നതിൽ നിന്ന്, വമിൻ നഫ്സിൻ ലാ തശ്ബഅ, ആർത്തി തീരാത്ത മനസ്സിൽ നിന്ന്, വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ രക്ഷ തേടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഖുശൂഓട് കൂടി നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഏതവസ്ഥയിൽ നമസ്കരിക്കുമ്പോഴും എന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ഖുശൂ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. രണ്ടാമതായി, ചുരുക്കി ഉപദേശിക്കണം എന്ന് വന്ന് ആവശ്യപ്പെട്ട സ്വഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി നൽകിയ ഉപദേശം, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു. സംസാരിക്കുമ്പോ നാളെ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ വരുന്ന കാര്യത്തിൽ സംസാരിക്കാതിരിക്കുക എന്നതാണ്. നല്ല വാക്ക് പറയണം, നല്ലത് സംസാരിക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളെ ഉപദേശിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബയിൽ നമ്മൾ കേട്ട വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം, ശരിയായ വാക്ക് പറയണം, നല്ലതു പറയണം. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നന്നാകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാപങ്ങൾ പുറത്തു കിട്ടുമെന്നൊക്കെ.
അവിടെ നമ്മുടെ സ്വഭാവത്തിലെ ഏറ്റവും മുഖ്യമായത് എന്ന് പറയുന്നത് നമ്മുടെ സംസാരമാണ്. അതിലൂടെയാണ് ജനങ്ങൾ നമ്മെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യവും കേട്ട് മനസ്സിലാക്കിയിട്ടല്ലാതെ എടുത്തു ചാടി പ്രതികരിക്കുന്ന സ്വഭാവം വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. അവൻ പക്വതയോടുകൂടി വിവേകത്തോടുകൂടി സംസാരിക്കുന്നവനാണ്, ഇടപെടുന്നവനാണ്. ഇനി നമ്മളാണ് തീരുമാനം പറയുന്നവരെങ്കിൽ നന്നായിട്ട് നമ്മൾ ആലോചിക്കണം. കാരണം നമ്മുടെ തെറ്റായ സംസാരം കാരണം നമ്മളിൽ നിന്ന് ആളുകൾ അകലാനോ, അല്ലെങ്കിൽ ബന്ധങ്ങൾ പിരിയാനോ, അതല്ലെങ്കിൽ ത്വലാഖ് സംഭവിക്കാനോ, അതല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നങ്ങളും ഫിത്നകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ വളരെ വിവേകത്തോടു കൂടി പക്വമായി ആലോചിച്ച് ചിന്തിച്ച് സംസാരിക്കേണ്ടവനാണ് വിശ്വാസി. പരസ്പരം മാത്രമുള്ള സംസാരം മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ലൈക്കും നമ്മുടെ ഷെയറും നമ്മുടെ കമന്റ്സും വഴി ധാരാളം ആളുകളിലേക്ക് സന്ദേശങ്ങൾ എത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ പരലോകത്തത് ഗുണമായി വർത്തിക്കുന്ന രൂപത്തിൽ ഇടപെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാഹി ലാ യുൽഖി ലഹാ ബാലൻ. ഒരു ഗൗരവവുമില്ലാതെ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കാതെ അള്ളാഹ്ക്ക് തൃപ്തിപ്പെടുന്ന കാര്യത്തിൽ ഒരു വാക്ക് ഒരാൾ സംസാരിച്ചു, പക്ഷെ അയാൾ തന്നെ വിചാരിച്ചിട്ടില്ല. ഇത് യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്, അതുവഴി ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ആ വാക്ക് വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തി എന്നതാണ്. അവൻ പോലും വിചാരിച്ചിട്ടില്ല ഇത് ഇത്ര സ്വർഗത്തിലേക്ക് ഇത്രയും അത്യുന്നതമായ പദവി എനിക്ക് ലഭിക്കുന്ന വാക്കാണ് എന്നവൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ മറ്റൊരടിമയോ, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാ ലാ യുൽഖി ലഹാ ബാലൻ. ഇത് ഇത്ര വലിയ ഗൗരവപ്പെട്ട വാക്കാണെന്നും ചിന്തിക്കാതെ അള്ളാഹുവിന് കോപമുള്ള വാക്കാണ് അവൻ സംസാരിച്ചത്. പക്ഷേ അവൻ യഹ്വി ബിഹാ ഫീ ജഹന്നം, നരകത്തിന്റെ ആഴിയിലേക്ക് ആപതിക്കുന്ന അവസ്ഥ അവനുണ്ടായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സംസാരിക്കുമ്പോൾ വാക്കുകൾ എന്നതൊരു പക്ഷേ നമ്മൾ അതിന്റെ പ്രാധാന്യവും ഗൗരവവും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയില്ല. അത് നേരിട്ടുള്ള സംസാരമാണെങ്കിലും ശരി, അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയുള്ള സംസാരമാണെങ്കിലും ശരി, പക്ഷേ അതിന്റെ ഗുണവും ദോഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ദ്വിമുഖനായി ഇരുമുഖ നയമുള്ളവനായി ഒരിക്കലും വിശ്വാസത്തിൽ നിലപാടുകൾ വരാൻ പാടില്ല. രണ്ട് ഭാഗത്തും പോയി സംസാരിക്കുക, രണ്ട് ഭാഗത്തും പരസ്പരം കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനിടയിൽ നല്ല വ്യക്തിത്വം ചമയുന്ന, നല്ല പിള്ള ചമയുന്ന ചില ആളുകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരിക്കലും വിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത്, ഇന്ന മിൻ ശർരിൻ നാസ് ദുൽ വജ്ഹൈൻ, ഇരുമുഖ നയമുള്ളവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷിച്ചവൻ. എന്താണ് അവന്റെ സ്വഭാവം? അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ. ഒരു നയവുമായിട്ട് ഒരു വിഭാഗത്തിന്റെ അടുക്കൽ ചെല്ലും, മറ്റൊരു മുഖവുമായിട്ട് മറ്റൊരു വിഭാഗത്തിന്റെ അടുക്കൽ ചെല്ലും. ശിറാറു ഇബാദില്ലാ, അള്ളാന്റെ അടിമകളിൽ, അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും ദുഷിച്ചവരാണവർ. അൽ മശ്ശാഊന ബിന്നമീമ അൽ മുഫർരിഖൂന ബൈനൽ അഹിബ്ബ, നമീമത്തുമായി നടക്കുക, എന്നിട്ട് പരസ്പരം സ്നേഹബന്ധത്തിൽ കഴിയുന്ന ആളുകളെ ഭിന്നിപ്പിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു കൊടുത്ത് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, അവരാണ് ഏറ്റവും ദുഷിച്ച ആളുകൾ എന്നാണ് പറഞ്ഞത്. ഇവർ എന്നിട്ട് രണ്ടു കൂട്ടരുടെ അടുക്കലും ഇവർ നല്ല വ്യക്തിത്വം ചമയും, നല്ല ആളായിരിക്കും രണ്ടു കൂട്ടരുടെ അടുക്കലും. ഇവരാണ് ഏറ്റവും വലിയ ദുഷിച്ച ആളുകൾ എന്നാണ്. എന്നാൽ ഏറ്റവും ദുഷിച്ച ആളുകൾ അവരാണ്. ഏറ്റവും ശ്രേഷ്ഠരായ മുസ്ലിം എന്ന് പറയുന്നത് മൻ സലിമൽ അയ്യുൽ മുസ്ലിമീന അഫ്ളൽ എന്ന ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളാണ് യഥാർത്ഥ മുസ്ലിം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുക. നോക്ക് നിങ്ങൾ, ആ സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന ആ സഹാബിക്ക്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മൂന്നാമത്തെ ഉപദേശം വഅജ്മിഇൽ യഅസ അമ്മാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനെ ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ്. നമുക്കുള്ളത് കൊണ്ട് ധന്യമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ്. നമ്മൾ എത്ര സമ്പാദിക്കും ഈ ദുനിയാവിൽ, നമ്മുടെ മരണത്തിനിടയിൽ നമ്മൾ എത്ര സമ്പാദിക്കുമെന്ന് നമ്മൾ ജനിക്കും മുമ്പേ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. ആ രേഖപ്പെടുത്തിയതിലേക്ക് നമ്മുടെ അധ്വാനത്തിലൂടെ, നമ്മുടെ ബിസിനസ്സിലൂടെ, നമ്മുടെ ജോലിയിലൂടെ ആ രേഖപ്പെടുത്തപ്പെട്ടതിലേക്ക് നമ്മൾ എത്തും. ആ രേഖപ്പെടുത്തപ്പെട്ടതിനപ്പുറം ഒന്നും സമ്പാദിക്കാൻ ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല. പക്ഷേ പലരും അതിനപ്പുറം മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ ജീവിക്കുന്നത് കണ്ട് അതുപോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാധ്യമല്ല. ജീവിതം മുഴുവൻ ഒരു പക്ഷേ അവന്റെ അത്യാഗ്രഹം കാരണം കടക്കണിയിൽ വീഴുന്ന ദുരന്തപൂർണമായ അവസ്ഥ പലരിലും നമ്മൾ കാണാറുണ്ട്. ഇത് നോക്കൂ നിങ്ങൾ, എന്തിനും ഏതിനും EMI. എന്തിനും നിസ്സാരമായ വസ്തുക്കൾക്ക് പോലും EMI ഓഫർ ചെയ്യാം. പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരും കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ്സ് മുഴുവനും ആ കോണ്ടാക്റ്റിൽ ഒപ്പിടുന്നതിലൂടെ ബാങ്കുമായിട്ടാണ്, പലിശ ഇടപാടുമായിട്ടാണ് അതുവഴി അവൻ ഏർപ്പെടുന്നത് മുഴുവനും. അപ്പോൾ ഒരു ചോദ്യം, അല്ല, അടവൊക്കെ കൃത്യമായി അടച്ചുപോയാൽ പോരെ? അടവ് കൃത്യമായി അടക്കുന്നു എങ്കിൽ പോലും അവിടെ അവൻ ഒപ്പുവെച്ചിട്ടുള്ള ആ ഉടമ്പടി എന്താണ്? അത് അടവ് തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ പലിശ അടക്കാമെന്ന ഉടമ്പടിയിലാണ് അവൻ ഒപ്പുവെച്ചിട്ടുള്ളത്. ആ ഉടമ്പടി തന്നെ തെറ്റാണ്. വിശ്വാസിക്ക് പലിശ പാടില്ല, പലിശയുമായി ഒരിടപാടും പാടില്ല. ഇതൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ ആർത്തി തീരാത്ത മനസ്സിൽ നിന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടി പ്രാർത്ഥിച്ച 4 കാര്യങ്ങളിൽ ഒന്നാണ് വമിൻ നഫ്സില്ലാ തശ്ബഅ, ആർത്തി തീരാത്ത മനസ്സിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കൊലപാതകം. ഒരു ഉമ്മയുടെ ഉദരത്തിൽ വളർന്ന 2 സഹോദരങ്ങൾ, ഒരു സഹോദരൻ മറ്റു സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. എന്തിന്? ആർത്തി തീരാത്ത മനസ്സുകൊണ്ട്. ആർത്തി തീരാത്ത മനസ്സ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക കൊലപാതകങ്ങളുടെയും അടിസ്ഥാനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആർത്തിയായിരിക്കും. മറ്റവനെ കൊന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ജീവിക്കണം, എനിക്ക് സുഖിക്കണം എന്ന ചിന്തയാണ് അത്തരം ഒരു അവസ്ഥയിലേക്ക് പലരെയും എത്തിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്താണോ അല്ല നൽകിയിട്ടുള്ളത്, നമുക്കെന്താണോ അല്ല നൽകിയിട്ടുള്ളത്, അതിൽ തൃപ്തി അടഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. ഖദ് അഫ്ലഹ മൻ അസ്ലം, മുസ്ലിമായവൻ വിജയിച്ചു. എന്റെ വരിസ്ഖുഹു കഫാഫൻ, അവന് മതിയായ റിസ്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ നൽകപ്പെട്ടതിൽ വഖന്നഅഹുല്ലാഹു ബിമാ ആതാ, അല്ലാഹ് നൽകപ്പെട്ടതിൽ അവൻ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്നു. അത് എത്ര കുറച്ചാണെങ്കിലും അൽഹംദുലില്ലാഹ്, അതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ നമുക്ക് ബറക്കത്ത് നൽകും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ബറക്കത്ത് നൽകും. നോക്ക് നിങ്ങൾ, മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്, എത്ര കിട്ടിയാലും മതി വരില്ല, അല്ലേ? ഒരു സ്വർണത്തിന്റെ താഴ്വര കിട്ടിയാലും 2 എണ്ണത്തിന് മനുഷ്യൻ ആഗ്രഹിക്കുമെന്നാണ്. മണ്ണല്ലാതെ മനുഷ്യന്റെ വായ നടക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്. അതിന് മനുഷ്യന് എത്ര പ്രായം ചെന്നാലും, ഒരു ഹദീസിൽ കാണാം, യഹ്റും ഇബ്നു ആദം, മനുഷ്യൻ ഇങ്ങനെ വാർദ്ധക്യം ബാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2 കാര്യങ്ങൾ, എത്ര വാർദ്ധക്യം ചെന്ന മനുഷ്യനാണെങ്കിലും യുവത്വത്തോടു കൂടി 2 കാര്യങ്ങൾ ആ മനുഷ്യരിൽ നിലനിൽക്കും. ഒന്നെന്താണ്? അൽ ഹിർസു അലൽ മാൽ, ധനം സമ്പാദിക്കണം, വീണ്ടും വീണ്ടും സമ്പാദിക്കണം. ഇത്രയൊക്കെ പ്രായമായി, ഇനിയിപ്പോ എന്താ സമ്പാദ്യം, ഇനിയിപ്പോ സമ്പാദിക്കൊന്നും വേണ്ട, ചിന്തിക്കൂല മനുഷ്യൻ. എത്ര പ്രായം ചെന്നാലും വീണ്ടും വീണ്ടും സമ്പാദിക്കണം. 2 വൽ ഹിർസു അലൽ ഉംർ, വീണ്ടും ആയുസ് വേണം, ഇനിയും ജീവിക്കണം. ഈ 2 മനുഷ്യനിൽ വാർദ്ധക്യം ചെന്നാലും യുവത്വത്തോടു കൂടി നിലനിൽക്കുന്ന 2 ആഗ്രഹങ്ങളായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു. റസൂലേ, എനിക്കൊരു അമല് പറഞ്ഞു തരണം. ആ അമലിന്റെ പ്രത്യേകത എന്താ? അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്, അല്ലാഹ്ക്ക് എന്നെ ഇഷ്ടമുണ്ടാവണം, ആൾക്കാർക്കും എന്നെ ഇഷ്ടമുണ്ടാവണം, ആളുകളും എന്നെ ഇഷ്ടപ്പെടണം, അല്ലാഹുക്ക് എന്നെ ഇഷ്ടപ്പെടണം. ഇത് പറയുമ്പോ നമ്മളൊക്കെ മനസ്സിലുണ്ട്,
അത് തിരക്കേടില്ല. അതെന്താന്ന് നമുക്കും അറിയാനുള്ള ഒരു ത്വരയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചതാ. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൊടുത്ത 2 ഉപദേശം, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ്, ദുനിയാവിൽ നീ വിരക്തി കാണിച്ചാൽ അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഐദിന്നാസ് യുഹിബ്ബുകന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ വിരക്തി കാണിച്ചാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത്. ജനങ്ങളോട് യാചിക്കുന്നവൻ നാളെ മുഖത്ത് മാംസമില്ലാത്ത അവസ്ഥയിൽ കടന്നു വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളിൽ ഒരാൾ കയറെടുത്ത് മലയിൽ പോയി തന്റെ മുതുകിൽ ഒരു കെട്ട് വിറക് ചുമന്നു കൊണ്ടുവന്ന് അയാളുടെ അഭിമാനം ആ നിലക്ക് കൊണ്ടുവന്ന് അധ്വാനിച്ച് വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ അഭിമാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയാണെങ്കിൽ അതാണ് ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ യാചിക്കുന്നതിനേക്കാൾ ഉത്തമം. ജനങ്ങൾ ഒരുപക്ഷെ അയാൾക്ക് നൽകാതിരിക്കാം എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സ്വന്തം കരം കൊണ്ട് അധ്വാനിക്കുന്ന ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് അതാണ്, കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി, തന്റെ കരം കൊണ്ട് അധ്വാനിച്ചതിൽ നിന്നല്ലാതെ അദ്ദേഹം ഭക്ഷിച്ചിട്ടില്ല എന്നാണ്. ആരാ ദാവൂദ് അലൈഹി സ്വലാം? ഒരു രാജാവാണ്, ഒരു നബിയാണ്. തന്റെ സൈന്യങ്ങളൊക്കെയുള്ള ഒരു ഭരണാധികാരിയായിട്ട് പോലും തന്റെ കരം കൊണ്ട് അധ്വാനിച്ചതിൽ നിന്നല്ലാതെ അദ്ദേഹം ഭക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വലിയൊരു പാഠം അത് നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിലും തല്ലിൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നത് ചിന്തിക്കാതെ നമുക്ക് ഉള്ള വരുമാനത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ സാധിക്കും. അതാണ് ദീൻ നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശം. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പല ആളുകളുടെയും ധാരണ ധാരാളം സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുമെന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ലോകത്ത് സമ്പത്തുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല. ജീവിതത്തിലെ അസ്വസ്ഥതകളിലേക്ക്, അസമാധാനത്തിലേക്ക് അവർ നീങ്ങിപ്പോകുമായിരുന്നില്ല. സമാധാനത്തിന്റെ അടിത്തറ എന്നത് ഒരിക്കലും ഭൗതിക വിഭവങ്ങളോ ഭൗതിക സൗകര്യങ്ങളോ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലൈസൽ ഗിന അക്സറത്തിൽ അർദ്, ഭൗതിക വിഭവങ്ങളിലല്ല ഐശ്വര്യം നിലകൊള്ളുന്നത്, മറിച്ച് വലാകിനൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിന്റെ ധന്യതയിലാണ് ഐശ്വര്യം എന്നത്. അത് സാധ്യമാക്കണമെങ്കിൽ നമുക്ക് നൽകപ്പെട്ടതിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണം. കൊട്ടാര സമാനമായ വീടും വാഹനവും ഉണ്ടായിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കൊച്ചു കുടിലാണെങ്കിലും മനസ്സിന്റെ ധന്യതയുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം കളിയാടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പലരും ചിന്തിക്കുന്നത് വീടുണ്ടാക്കാനല്ലേ, അല്ലെങ്കിൽ വാഹനം വാങ്ങാനല്ലേ, ബിസിനസ് തുടങ്ങാനല്ലേ, ബിസിനസ് വിപുലീകരിക്കാനല്ലേ, ഇതിനൊക്കെ ബാങ്ക് ലോൺ എടുക്കാം എന്ന് ചിന്തിക്കുന്നവർ ആളുകളെ ധാരാളം നമുക്ക് കാണാം. നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരിധി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ പരിധിക്കുള്ളിൽ നമ്മൾ നിന്നു കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും. നമ്മൾ ഇടപെട്ട കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യും. അതല്ല, ആ പരിധി ലംഘിച്ചുകൊണ്ട് പലിശയുമായി നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ബറക്കത്ത് നിഷേധിക്കപ്പെടും. അവിടെ അല്ലാഹുവിന്റെ സഹായം പിന്നെ ഒരിക്കലും നമുക്ക് ലഭ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹ് ഇല്ലാ അബ്ദലക അല്ലാഹു ബിഹി
മാ ഹുവ ഖൈറുൽ ലക മിൻ. നീ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം നീ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം നീ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് അവൻ നിനക്ക് പകരം നൽകാതിരിക്കുകയില്ല എന്നത് വഹീയുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണത്. അവിടെ വിജയിക്കാൻ നമുക്ക് കഴിയണം. ഒരു പക്ഷേ ലോൺ എടുക്കാനുള്ള ആസ്തി ഇപ്പുറത്ത് നമുക്കുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും, ഇതുണ്ടല്ലോ, ഇത് വെച്ചിട്ട് നീ ലോൺ എടുക്ക്, എന്നിട്ട് വലിയ സ്വപ്നങ്ങൾ നമ്മുടെ മുന്നിൽ നെയ്തെടുക്കും. അവസാനം എല്ലാം തകർന്നടിഞ്ഞ് ഉള്ളത് വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. കാരണം അവിടെ റബ്ബിന്റെ സഹായമില്ല, ഖൈറില്ല, ബറക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഖേദിക്കുന്ന അവസ്ഥയിലേക്ക്, മുമ്പുണ്ടായിരുന്നത് വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പലരും എത്തിപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അവിടെ റബ്ബ് പരിധി നിശ്ചയിച്ചിടത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കും. അത് അള്ളാഹു അതിനേക്കാളും ഉത്തമമായത് പകരം നൽകുമെന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. ആ പരിധി നിശ്ചയിച്ചിടത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം തെറ്റുകൾ, വീഴ്ചകൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.